ഈ ജലപ്പരപ്പിലൂടെ നീന്തി നടക്കാൻ ആഗ്രഹിക്കാത്തവർ ആരാണുള്ളത്? പക്ഷേ 2 കാര്യങ്ങൾ കൊണ്ട് അത് നടക്കാറില്ല. ഒന്ന്, നമുക്ക് നീന്തൽ അറിയില്ല. രണ്ടാമത്, നീന്തലിലൂടെ നടക്കുന്ന അപകട മരണങ്ങൾ നമ്മെ ഭയം ഉള്ളവരാക്കിയിരിക്കുന്നു. എന്നാൽ ഇതിനുള്ള പരിഹാരമാണ് ഫ്ലോട്ടില. നീന്തൽ അറിയുന്നവരും അറിയാത്തവരും ഇനി ഫ്ലോട്ടില ധരിച്ച് വെള്ളത്തിലേക്ക് ഇറങ്ങിയാൽ നിങ്ങൾക്ക് വെള്ളത്തിൽ തന്നെ വ്യായാമം ചെയ്യാം, അതുപോലെ നീന്തി നടക്കാം, ഉല്ലസിക്കാം, കമിഴ്ന്നു കിടന്ന് മലർന്നു കിടന്ന് എത്ര നേരം വേണമെങ്കിലും വിശ്രമിക്കാം. ഒരു കാരണവശാലും നിങ്ങൾ മുങ്ങിത്താഴുകയില്ല. ഫ്ലോട്ടിലയുടെ നിർമ്മാണത്തിലും രൂപഘടനയിലും അതീവ ശ്രദ്ധയാണ് ചെലുത്തിയിട്ടുള്ളത്. നൈലോൺ വസ്തുക്കൾ, പ്ലാസ്റ്റിക് സിലിണ്ടറുകൾ എന്നിവ പ്രത്യേകമായി ഫ്ലോട്ടിലയിൽ സംവിധാനിച്ചിരിക്കുന്നു. വളരെ ആവർത്തിച്ചുപയോഗിച്ചാലും വെള്ളത്തിൽ നൈലോൺ വസ്തുക്കൾ വളരെ കാലം ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളതുകൊണ്ടാണ് ഇത്തരത്തിൽ ഫ്ലോട്ടില നിർമ്മിച്ചിരിക്കുന്നത്. 4 ലാഡർ ബക്കിളുകൾ നൈലോൺ നാടയുടെ സഹായത്തോടെ നമ്മുടെ ശരീരത്തെ ഫ്ലോട്ടിലയിൽ ബന്ധിപ്പിച്ചിരിക്കുന്നതിനാൽ യാതൊരു തരത്തിലും ശരീരം അപകടത്തിലാവുകയില്ല. ഇതാ 2 കുട്ടികൾ. ഇവർ ഫ്ലോട്ടില ധരിച്ച് വെള്ളത്തിലേക്ക് ഇറങ്ങുകയാണ്. ഏകദേശം 15 അടിയോളം ആഴമുള്ള വെള്ളമാണ് ഈ കുളത്തിലുള്ളത്. ഏകദേശം 70 മീറ്ററോളം നീളവും വീതിയുമുള്ള ഈ കുളത്തിൽ ഇവർ എങ്ങനെയാണ് ഫ്ലോട്ടില ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ നീന്തിയത് ഫ്ലോട്ടില എന്ന ഉപകരണം ധരിച്ചിട്ടാണ്. യഥാർത്ഥത്തിൽ എന്താണ് നിങ്ങൾക്ക് അനുഭവപ്പെട്ടത്? നീന്താൻ വളരെ എളുപ്പമായിരുന്നു. ആഴ്ന്നു പോകുമെന്നുള്ള പേടിയുണ്ടോ? ഇല്ല. ലൈറ്റായിട്ട് വെള്ളത്തിന്റെ മുകളിലൂടെ എത്ര നേരം വേണമെങ്കിലും നിങ്ങളുടെ ശരീരം മടുക്കുന്ന ഏതെങ്കിലും പ്രശ്നങ്ങളുണ്ടായി? പൊതുവെ എന്താണ് നിങ്ങൾക്ക് ഈ വെള്ളത്തെ കുറിച്ച് പറയാനുള്ളത്? ഫ്ലോട്ടില നല്ല എളുപ്പമാണ് ഉപയോഗിക്കാൻ. ഏത് പ്രായക്കാർക്ക് ഉപയോഗിക്കാം, ആർക്കും ഒരു പ്രശ്നമില്ലാണ്ട്. ഇറ്റ്സ് റിയലി ഈസി ടു യൂസ്. ഇത് 68 വയസ്സുള്ള ഒരാളാണ്. ഇദ്ദേഹം ഇത്ര ദൂരെ പോയി തിരിച്ചു വരുന്നത് ഫ്ലോട്ടിലയുടെ സഹായത്തോടെയാണ്. നമുക്കതും ഒന്ന് നോക്കാം. ഈ ഉപകരണം ധരിച്ചതിനെ കുറിച്ച് ചേട്ടൻ എന്താണ് പറയാനുള്ളത്? വെള്ളത്തിൽ താഴ്ന്നു പോവോ? ഇത് സുരക്ഷിതമാണോ? നിങ്ങളുടെ കയ്യോ കാലോ ഒക്കെ ചലിപ്പിക്കുന്നതിന് വല്ല പ്രയാസങ്ങളുണ്ടോ? നീന്തുന്നതിനോ മറ്റു പ്രയാസങ്ങളും ഇല്ല. നമുക്ക് ധൈര്യമായിട്ടും ആളുകളോട് ഇത് പറയാം, ഇത് ധരിക്കാൻ. ഒരിക്കലും അപകടം സംഭവിക്കില്ല. ചേട്ടൻ എത്ര വയസ്സുണ്ട്? 68 വയസ്സുണ്ട്. 68 വയസ്സുകാരനായ ഒരാൾക്ക് പോലും ഈസിയായിട്ട് ഇത്രയും വലിയ കുളത്തിൽ നമുക്ക് എത്ര നേരം വേണമെങ്കിലും നടക്കാമെന്നുള്ളതിന് ഇപ്പോൾ തെളിവാണ് ഈ ചേട്ടൻ ഇപ്പോൾ ഈ നീന്തി. 4 വയസ്സുകാർ മുതൽ 200 കിലോ ഭാരം വരുന്ന എത്ര വലിപ്പമുള്ള ആളുകൾക്കും ഫ്ലോട്ടില വളരെ സുരക്ഷിതമായി ഉപയോഗിക്കാൻ കഴിയും. വെള്ളത്തിൽ മുങ്ങിത്താഴുന്ന ആളുകളെ രക്ഷിക്കുന്നവർക്കും ഫ്ലോട്ടില വലിയ സഹായമാണ് ചെയ്യുന്നത്. അവരെ അടുത്ത് ചെന്ന് രക്ഷിക്കുന്നതിന് വേണ്ടുന്ന എല്ലാ രീതിയിലുമാണ് ഫ്ലോട്ടില രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 7 വയസ്സ് പ്രായമുള്ള നീന്തലറിയാത്തൊരു കുട്ടിയാണിത്. ഇത്രയും വലിയൊരു കുളത്തിൽ വളരെ അനായാസം ഇവൻ നീന്തി തുടിക്കുന്നത് നമുക്ക് കാണാം. ഫ്ലോട്ടിലയുടെ സഹായമാണ് ഇവന് ഉപകാരപ്പെട്ടത്. 2 വീലർ യാത്രക്കാർക്ക് ഹെൽമറ്റ് നിർബന്ധമാക്കിയതുപോലെ തന്നെ വെള്ളത്തിലിറങ്ങുന്നവർക്ക് ഇത്തരമൊരു സഹായ ഉപകരണം നിർബന്ധമാക്കിയേ പറ്റൂ. അല്ലെങ്കിൽ ഇനിയും വലിയ ദുരന്തങ്ങൾ ആവർത്തിക്കും. ഫ്ലോട്ടില 3 വലിപ്പത്തിലാണ് വിപണിയിൽ എത്തുന്നത്. 7 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ബട്ടർഫ്ലൈ എന്ന പേരിലും
12 വയസ്സ് മുതൽ 20 വയസ്സ് വരെയുള്ള ടീനേജ് പ്രായക്കാർക്ക് ഫാൽക്കൺ എന്ന പേരിലും 20 വയസ്സിൽ മുകളിലുള്ള പ്രായക്കാർക്ക് ഈഗിൾ എന്ന പേരിലുമാണ് നിലവിൽ പ്ലോട്ടില വിപണിയിലെത്തുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു അഭ്യർത്ഥനയുണ്ട്. ദയവായി നിങ്ങൾ ഈ വീഡിയോ കാണുക. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും എത്ര ഭാരമുള്ളവർക്കും ഇനി മുതൽ ഫ്ലോട്ടില ധരിച്ച് വെള്ളത്തിലിറങ്ങാം. നീന്തൽ അറിയാത്തവരും നീന്തൽ അറിയുന്നവരും ഫ്ലോട്ടില ധരിച്ച് വെള്ളത്തിലേക്ക് ഇറങ്ങിയാൽ ഒരു കാരണവശാലും അവർ മുങ്ങിത്താഴുകയില്ല. ഒക്ടോബർ മാസത്തിൽ ഫ്ലോട്ടില 2099 രൂപ വിലയ്ക്ക് വിപണിയിലെത്തുന്നതാണ്. സെപ്റ്റംബർ മാസത്തിൽ മുൻകൂർ പണമടച്ചാൽ ഫ്ലോട്ടില 1699 രൂപ വിലയ്ക്ക് കൊറിയർ സർവീസ് വഴി ഇന്ത്യയിൽ എവിടെയും ഞങ്ങൾ എത്തിച്ചു കൊടുക്കും. ഫ്ലോട്ടിലയെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് www.flotilla.in എന്ന വെബ്സൈറ്റിലും നിങ്ങൾക്ക് ലഭ്യമാണ്. വെള്ളത്തിലേക്ക് ഇറങ്ങുവാൻ കൊതിക്കാത്തവരായി ആരാണുള്ളത്? ഇനി നിങ്ങൾക്ക് ഫ്ലോട്ടില ധരിച്ച് ധൈര്യസമേതം വെള്ളത്തിലേക്ക് ഇറങ്ങാം. ഫ്ലോട്ടില ധരിച്ച് വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഫ്ലോട്ടിലയെ താഴ്ത്തുവാൻ നമ്മുടെ ശരീരത്തിന് ഒരിക്കലും സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഫ്ലോട്ടിലയിൽ സുരക്ഷിതമായി നമ്മൾ ജലപ്പരപ്പിൽ തന്നെ സ്ഥിതി ചെയ്യുന്നത്. വെള്ളത്തിന്റെയും മനുഷ്യന്റെയും സാന്ദ്രത വളരെ നേരിയ വ്യത്യാസത്തിലാണ് നിലകൊള്ളുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഫ്ലോട്ടില മുങ്ങിത്താഴുകയില്ല.